ഈ സിനിമയുടെ ഇടവേളകളിൽ ഞാൻ പലപ്പോഴും വായിക്കാനും ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെയാണ് സമയം കണ്ടത്. ഒരു കൊല്ലത്തിലൊരു സിനിമയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ അന്തിക്കാട് ഒരു പ്രേക്ഷകനായിട്ട് ജീവിക്കുന്നൊരു കാലയളവുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കാണുന്നതും ടി വി കാണുന്നതും സീരിയലും സിനിമയും ഒക്കെ ഞാൻ വാച്ച് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അപ്പം മനസ്സിനക്കരെ എന്നുള്ള സിനിമയിൽ ഷീല ചേച്ചി വന്ന് ഷീല ഭയങ്കരമായിട്ട് വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി നിൽക്കുന്ന ഒരു കാലം. പിന്നെ വീണ്ടും ചേച്ചി വേറെ പല പടങ്ങളിൽ അഭിനയിച്ചു. ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ചേച്ചി എഴുതി കണ്ടു, മോഹൻലാലിൻ്റെ കൂടെ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ചില കമൻറ്റുകൾ, ചില സൂചനകളൊക്കെ ചിലപ്പോൾ നമ്മളൊരു കഥയിലേക്ക് നയിക്കും. മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഷീല ചേച്ചി ഏതൊരു അഭിമുഖത്തിൽ പറഞ്ഞ പാചകത്തിൽ നിന്നാണ് സ്നേഹവീടിൻ്റെ തുടക്കം. പെട്ടെന്ന് എനിക്ക് തോന്നി ഷീല ചേച്ചി മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണം. അപ്പോൾ ആ കഥയിൽ പ്രണയത്തിനേക്കാളും അതല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസിനേക്കാളും കൂടുതൽ ആത്മബന്ധമുള്ളത് അമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ അമ്മയും മകനുമായിട്ടുള്ള ചില സിനിമകളുടെ അതിമനോഹരമായ പാട്ടുകൾ ഇളയരാജ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും രജനീകാന്ത് അമ്മ എന്ന് അങ്ങനെ ഒരു പാട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല പാട്ടുകളിലും തമിഴിൽ അതൊരു വളരെ പ്രകടമായിട്ട് അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ടുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അത് വൈരമുത്തും വാലിയും ഒക്കെ ഉള്ളതുകൊണ്ട് മനോഹരമായ ലിറിക്സ് അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രാജ് സാറിനോട് ഞാൻ പറഞ്ഞതാണ്, മലയാളത്തിൽ അങ്ങനെ അധികം പാട്ടുകൾ ഉണ്ടാവാറില്ല. ഉണ്ടായിട്ടുണ്ട്, വളരെ കൂടുതലുണ്ടായിട്ടില്ല. അപ്പം അമ്മയും മകനും ചേർന്നിട്ടുള്ള സോങ്ങാണ്. മകൻ അമ്മയെപ്പറ്റി പാടുന്നതായിരിക്കണം. അപ്പോൾ റഫീഖ് അഹമ്മദാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. റഫീഖിനോടും ഞാൻ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇളയരാജ സാറ് ഇട്ട ട്യൂൺ കേട്ടിട്ട് ജനനിയെ സ്തുതിച്ചുകൊണ്ട്, അമ്മയെ സ്തുതിച്ചുകൊണ്ട് ലാൽ അഭിനയിക്കുന്ന ഒരു പാട്ടാണ്. അത് വളരെ ഭംഗിയായിട്ട് റഫീഖ് എഴുതുകയും ഇളയരാജ ട്യൂൺ ചെയ്തു. അമൃതമായി അഭയമായി ജനനി നീ എങ്ങുമില്ലേ, ജനിയിലും മൃതിയിലും നിഴലായി നീ കൂടെയില്ലേ, മിഴിനീരിൽ തെളിവാനിൻ കനവായി നീ, മൊഴി തോറും പുതുമണ്ണിൻ നനവായി നീ, ഒരു പാലാഴി പോൽ നെഞ്ചിൽ നീ എങ്ങും അമൃതമായി അഭയമായി ജനനി നീ എങ്ങും ഇല്ലേ. രാജാ സാറിൻ്റെ ഒരു മെലഡിയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ആ ക്ലാസ്സും അതിൻ്റെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ടാവും അതിൻ്റെ മെലഡിക്ക്. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ ഇൻ ദിസ് സോങ്. ഈ പാട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ സിറ്റുവേഷൻ, അതിൻ്റെ പിക്ചറൈസേഷൻ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഓർക്കസ്ട്രേഷൻ എല്ലാം കൊണ്ട് ഇളയരാജ സാറിൻ്റെ ആ ഒരു ക്ലാസ് ആ സോങ്ങിൽ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കേൾക്കുന്നത് നമ്മളൊരു പുതിയ വോയിസിലും ഒക്കെ ആകുമ്പം ഭയങ്കര രസമാണ്. ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ വൈസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ യോജിച്ചു പോകുന്ന രീതിയിലുള്ളൊരു പാട്ടാണ്. കൊഞ്ചാൻ വെമ്പും ചുണ്ട് പഞ്ചാമൃതമായി, മിണ്ടി കൊഞ്ചാൻ വെമ്പും ചുണ്ട് പഞ്ചാമൃതമായി, ചിമ്മി ചിമ്മി മിന്നും കണ്ണിൽ കന്നി നീലാവായി, ജന്മ ജന്മതീരം പുൽകും മന്ദാകിനി നീ, പ്രപഞ്ചങ്ങളാകെ നിറഞ്ഞിടും നേരെ, മനതാരിൽ കതിരായി നീ വിരിയണം, ഒരു താരാട്ടായി എന്നുള്ളിൽ ചായു നീ. പണ്ട് ജോൺസൺ എൻ്റെ കുറേ കൂടുതൽ സിനിമകൾ വരാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പലരും പറഞ്ഞു, ഒരു 10 പടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ജോൺസനൊന്നും മാറ്റിക്കൂടെ. പിന്നെ ജോൺസനെ മാറ്റി ഒരു പടം കഴിയുമ്പോഴേക്കും എന്തുകൊണ്ട് ജോൺസനെ മാറ്റിയെന്ന് ചോദ്യം. ഇത് സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നതാണ്. സെയിം ആരോപണങ്ങളാണ് പിന്നീട് ഇളയരാജ വെച്ച് ചെയ്യുമ്പോൾ. എന്താണ് എല്ലാ പടത്തിലും ഇളയരാജ എല്ലാ പാട്ടുകളും ഒരുപോലെ, ഒരിക്കലും എല്ലാ പാട്ടുകളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പാട്ടുകൾ, ഈ കണ്ട പാട്ടുകളൊന്നും ഒരുപോലെയല്ല. ഇളയരാജയെ പറ്റിയൊന്നും അങ്ങനെ പറയാനേ പാടില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു, ഒരു കാര്യം സത്യമാണ്. കാരണം ഇളയരാജ
ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഒരു വർഷം ഒരു പടമേ ചെയ്യുന്നുള്ളത് എൻ്റെ സിനിമയാണ്. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറുടെ സിഗ്നേച്ചർ അയാളുടെ എല്ലാ പടത്തിലും എല്ലാ പാട്ടിലും എല്ലാ മ്യൂസിക്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സമാനത പ്രേക്ഷകർക്ക് തോന്നാം. മറിച്ചൊരു 10 സിനിമ ഇളയരാജ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യില്ല. കാര്യം എൻ്റെ പാട്ട് വേറെയും വേറൊരാളുടെ പാട്ട് വേറെ ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് തന്നെ പാട്ടുകൾ ചെയ്യുകയും അതിലെല്ലാത്തിലും ഇളയരാജ ഒരു ടച്ച് ഉണ്ടാവുകയും ചെയ്യും. അതാണല്ലോ ഒരു ആളുടെ ഒരു ഐഡൻറ്റിറ്റി ഒരു പാട്ടിലുണ്ടാകുന്നത്. അപ്പോൾ ഒരു അത്രയും കൂടുതൽ പടങ്ങൾ ചെയ്തു വന്നതുകൊണ്ട് എന്നാലൊരു ചേഞ്ച് ആലേക്ക്. അപ്പോൾ ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് മലയാളത്തിലുണ്ട്, കേരളത്തിലും പുറത്തൊക്കെ ആയിട്ട്. എന്തായാലും എനിക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും നല്ല പാട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, പുതിയ തലമുറയിലായാലും പഴയ തലമുറയിലായാലും. അപ്പോൾ ഞാനധികം ഉപയോഗിച്ചിട്ടില്ലാത്ത എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് തോന്നിയൊരു മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാസാഗർ. വിദ്യാസാഗർ കമലിൻ്റെ പടങ്ങൾക്കൊക്കെ ലാൽ ജോസിൻ്റെ പടത്തിനൊക്കെ ചെയ്തിട്ടുള്ള പല പാട്ടുകൾ എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിദ്യാസാഗറിനോട് പറഞ്ഞത് ഇതാണ്, നല്ല താളക്കൊഴുപ്പുള്ള നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട്, മെലോഡീസൊക്കെ ആയിരിക്കണം, പക്ഷേ അതൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലവ് സോങ് തന്നെ. ബാക്കിയൊന്നും നോക്കണ്ട, ആ സിറ്റുവേഷനിലേക്ക് ആ പാട്ടിനെ എങ്ങനെ ഒതുക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അപ്പോൾ അതിനുള്ള ഫുൾ ഫ്രീഡം അദ്ദേഹത്തിന് കൊടുക്കുകയും എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ട്യൂൺ ചെയ്തു. ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ, ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ മധുരത്തേൻ പകർന്നാട്ടെ, പാദസരത്താളം കേൾക്കെ കാതി നിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി, പറയാനെന്തോ വീണ്ടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യാവോ മനപ്പൂവേ, ആ ഓമനക്കോമള താമരപ്പൂവേ രാവുമാനില്ലേ, ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ. എനിക്ക് വളരെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയിൽ പാടാൻ പറ്റിയത്. വിദ്യാസാഗർ സാറാണ് അതിൻ്റെ സംഗീതം, ഫഹദ്, അമല, പോൾ അവരാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പാടുന്ന സമയത്ത് എല്ലാവരും ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സത്യൻ സാറും എല്ലാവരും ആ ഒരു ചുറ്റുപാടും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴയ രീതിയിലൊരു റെക്കോർഡിംഗ് സെഷൻ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇതായിരുന്നു ഓമനപ്പൂവേ. നീയൊരു തെന്നലായി ഞാനൊരു ചില്ലയായി ആടിയുലഞ്ഞു പോയി വിലോലനായി, പ്രണയാകാശമേ ചിറകേകിടുമോ ഒരു പൂമ്പാറ്റയായി പറന്നേറിടുവാൻ, ഓമനപ്പൂവേ